അപ്പം ഷബീർ ചെയ്തു. ഷബീർ വയനാടുകാരനാണ്, ഈ മണ്ണിനെ നന്നായി അറിയാവുന്നയാളാണ്. ഒരുപക്ഷെ ന്യൂസ് 18 വേണ്ടി ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞാനൊക്കെ അന്ന് ഓഫീസിൽ ഡെസ്കിൽ ഇരുന്ന് വാർത്ത കാണുമ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതീവ വൈകാരികമായി വികാരതീവ്രമായി പ്രേക്ഷകരുമായി സംവദിച്ച ആളാണ് ഷബീർ. ഷബീറിനെ ഈ മണ്ണിനെ അറിയാം. ഷബീർ ഈ നാട് വളരെ അടുത്ത് കണ്ടയാളാണ്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നയാളാണ്. എങ്ങനെയാണ് ഷബീർ ഈ നാട്, ഈ മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും ഒക്കെ മാറിയത്? എങ്ങനെ ഇത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോ അരുൺ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഞാനാണ് ന്യൂസ് 18 സംഘത്തിൽ ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ സിമിച്ചേച്ചി എന്നെ ഡെസ്കിൽ നിന്ന് വിളിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു രാവിലെ. കാരണം നല്ല തണുപ്പുള്ളൊരു രാത്രിയായിരുന്നു. എന്റെ വീട് അമ്പലവയലാണ്. 2-3 ദിവസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് മഴയായിരുന്നു. ആ നല്ല തണുപ്പുള്ള രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് രാവിലെ 6 മണിക്കാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സിമിച്ചേച്ചിയുടെ കോള് വരുന്നത്. 4 പേര് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടിട്ടുണ്ട്, മുണ്ടക്കയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാനിവിടെ എത്തുകയാണ്. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഡെവലപ്മെന്റ്, ആംബുലൻസുകളും അതുപോലെ തന്നെ ഫോഴ്സുകളൊക്കെ കൂടുതലായിട്ട് എത്തി. ഒരു ഭീകരമായ ഒരു ദൃശ്യമാണ് ഈ ചൂരൽമല ടൗണിൽ നമ്മൾ എത്തുമ്പോൾ കാണുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ 4 പേർ മരിച്ചു എന്നുള്ളത്, നമ്മൾ ആദ്യം 4 പേർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പുത്തുമലയിൽ നേരത്തെ ഒരു ദുരന്തം ഉണ്ടായതാണ്. അവിടെ ഒരു 17 പേർ മരണപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു പതിപ്പ് പുത്തുമലയിൽ നിന്നും കുറച്ചപ്പുറത്ത് കുറച്ച് ദൂരത്തിലായിട്ടുള്ള മുണ്ടക്കൈ മലയുടെ മുകളിൽ എവിടെയോ ഒരു ചെറിയ പൊട്ടലുണ്ടായി 4 പേരുടെ മൃതദേഹം കിട്ടി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മൾ ആദ്യം വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചൂരൽമല എത്തുമ്പോഴത്തേക്കും 4 എന്നുള്ളത് 17 ആവുകയാണ്. ആ 17 അതിന്റെ രക്ഷപ്പെട്ട, അതായത് ചൂരൽമല പാലം തകർന്നുപോയി എന്നുള്ള ദൃശ്യം കാണുന്നു. അതിനിപ്പുറത്ത് താമസിക്കുന്ന കുറെ ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ ജീവൻ രക്ഷപ്പെട്ട ആളുകളെല്ലാം ഈ ചൂരൽമല ടൗണിനോട് ചേർന്ന് ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. ആ ചർച്ചിന്റെ ഹാളിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഇരുന്ന് കരയുന്നു. എല്ലാവരും ചെളിയിൽ മുങ്ങിക്കുളിച്ച ഒരവസ്ഥയിലാണ് രക്ഷപ്പെട്ട ആളുകളൊക്കെ. അതിൽ കുറെ പേര് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നു. കുറെ പേര് എന്റെ മക്കളെ കാണുന്നില്ല, എന്റെ അച്ഛനെ കാണുന്നില്ല, അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന, വിലപിക്കുന്ന ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. ആ പള്ളിമുറ്റത്തേക്കാണ് ആദ്യം ചെല്ലുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മുടെ ബെയിലി പാലം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടെ പാലമില്ല. റെസ്ക്യൂ ടീം, അതായത് NDRF അതുപോലെ ഫയർഫോഴ്സും റോപ്പ് കെട്ടിക്കൊണ്ട് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഓരോരുത്തരെയായിട്ട് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ കൂട്ടത്തിൽ മൃതദേഹങ്ങളും കൂടെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന കാഴ്ച കാണുന്നു. ഈ 17 എന്നുള്ള മരണത്തിന്റെ സംഖ്യ വളരെ പെട്ടെന്ന് തന്നെ 67ലേക്ക് ഉയരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഭീകരമായ ആ ദൃശ്യത്തിന്റെ വ്യാപ്തി അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോഴാണ് നമുക്കൊരു വാർത്ത കിട്ടുന്നത്, നിലമ്പൂരിൽ നിന്ന് ചാലിയാറിൽ നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഈ ചാലിയാർ നമുക്കറിയാം, ഇവിടെ നിന്ന് 100 കിലോമീറ്റർ ദൂരത്തിലാണ് ചാലിയാറുള്ളത്. അവിടുന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ഏതെങ്കിലും കുട്ടിയെ കാണാതായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം തിരിച്ചറിഞ്ഞതോടുകൂടി അത് ഈ മുണ്ടക്കയിൽ നിന്നും ഒലിച്ചു വന്ന കുട്ടിയാണെന്ന് അറിഞ്ഞതോടുകൂടി ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതകാലത്ത് കണ്ട ഏറ്റവും ഭീകരമായ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് തിരിച്ചറിയപ്പെടുന്ന അവിടെയാണ്. പിന്നെ പോത്തുകല്ലിൽ നിന്നും ഒരുമിച്ച് 17 മൃതദേഹങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഈ 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നു. മരണസംഖ്യ 100ലേക്കും 200ലേക്കും ഇപ്പോൾ 460ഓളം ആളുകളുടെ മൃതദേഹം കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും ഭീകരമായ ആ ഒരു ദുരന്തത്തിന്റെ ദൃശ്യം ഒരു അടുത്ത ദിവസത്തോടുകൂടി നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നു. ഏതായാലും തുടക്കത്തിൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മളെല്ലാവരും നിന്നിരുന്നത്. അവിടെ പൂർണ്ണമായിട്ട് ചെളി പുതഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെളിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയം റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ത്രൂ ഔട്ട് ലൈവായിരുന്നു. രാവിലെ ഒരു 6 മണി മുതൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ലൈവായിരുന്നു. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഇതിന്റെ പുറകിലുള്ള ഈ മരത്തിൽ നിന്ന് ആ കെട്ടിടത്തിന്റെ ഭാഗത്ത് ഒരു JCB വെച്ച് ആ JCBയിലേക്ക് ഒരു 2 റോപ്പ്, 2 ഭാഗത്തായി 2 റോപ്പ് കെട്ടി, ഒരു റോപ്പ് വഴി മൃതദേഹങ്ങളും ഒരു റോപ്പ് വഴി ജീവനോടെയുള്ള ആളുകളെയും രക്ഷപ്പെടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആ ദിവസം പൂർണ്ണമായിട്ടും അത് മാത്രമാണ് ഇവിടെ നടന്നത്. പിന്നീടാണ് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി താൽക്കാലിക പാലത്തിലൂടെ ആ ഭാഗത്ത് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷിക്കുന്നു. ഓരോരുത്തരെയായിട്ട് ആ ചെറിയ പാലത്തിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ പിന്നീട് ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നു. അപ്പോഴത്തേക്ക് ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പിന്നെ ആ താൽക്കാലിക പാലം നിർമ്മിച്ച് ആളുകൾ കൂടുതലായി റെസ്ക്യൂ ടീം മുകളിലേക്ക് കയറിപ്പോയതിനു ശേഷമാണ് നമുക്ക് ദൃശ്യമാവുന്നത്. ഏതായാലും ആ ഒരു വലിയ ദുരന്തത്തിന്റെ ഒരു
ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെല്ലാ ദുരന്തത്തിലും പറയും ആളുകൾ ഇതെല്ലാം മറക്കും, ഇതെല്ലാം പൊരുത്തപ്പെട്ടു പോകുമെന്ന്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൽ ആളുകൾ മറക്കുന്നുണ്ടാവാം, പൊരുത്തപ്പെടുന്നുണ്ടാവാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ നീറ്റലോടുകൂടി തന്നെയാണ് വാടക വീടുകളിലാണെങ്കിലും പുനരധിവാസത്തിന് വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതിലൊരു എടുത്തു പറയാവുന്ന ഒരു കാര്യം അരുൺ, ആളുകളുടെ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതാണ്, ആളുകൾ പൊരുത്തപ്പെടുമ്പോൾ പോലും ആളുകൾ ഇതേക്കുറിച്ച് പറയുന്നത് നമ്മളൊക്കെ കേൾക്കുകയാണ്. നേരത്തെയൊക്കെ ഇങ്ങനത്തെ ഒരു ദുരന്തമുണ്ടായി, ആളുകൾ ഇങ്ങനെ പരസ്പരം പറയുകയാണ്, ഇനി വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, അത് ഒരു കോമൺ ഭാഷയായിട്ട് അത് മാറുകയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ, അതല്ലെങ്കിൽ ബോഡി കിട്ടിയോ, ബോഡി പാർട്ടാണോ കിട്ടിയത്, ഇതൊക്കെ കോമൺ ആയിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ആളുകൾ ഇതിനോട് പൊരുത്തപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുകയാണ്, ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, മൃതദേഹങ്ങളൊക്കെ അടക്കിയ DNA ടെസ്റ്റ് നടന്നോ, തിരിച്ചറിഞ്ഞോ, എല്ലാ ഒരു കുഴിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഈ കുഴിമാടങ്ങളൊക്കെ പല സ്ഥലത്തായിട്ട് ബോഡി പാർട്സ് അടക്കി കൊടുത്ത് ഒരു കുഴിമാടം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു കോമൺ സംസാരമായി മാറുന്നു. ഇനി നമുക്ക് അവർക്ക് നൽകാനുള്ളത് ഏറ്റവും മാന്യമായ രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവർ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഷബീർ, ആ പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ പ്രതീക്ഷ തന്നെയാണ് ഒരു നാട് മുഴുവൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഷബീർ പുഞ്ചിരിമട്ടത്തേക്ക് പോകും. പുഞ്ചിരിമട്ടം ഇതിന്റെ പ്രഭവ കേന്ദ്രമാണ്. ഈ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രമാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. അതിഭീതിതമായ കാഴ്ചകളായിരുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചകളായിരുന്നു. നമ്മൾ ഇവിടെ കണ്ട പാറക്കല്ലുകൾ പോലുമല്ല, അതിന്റെ എത്രയോ ഇരുട്ടുള്ള പാറക്കല്ലുകൾ, കോൺക്രീറ്റ് വീടുകളെ ഇടിച്ച്, നമ്മൾ ബുൾഡോസർ കൊണ്ട് വീടുകൾ ഇടിച്ചു നിരപ്പാക്കുന്ന രാഷ്ട്രീയ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ അതിനൊക്കെക്കാൾ അപ്പുറത്തേക്ക് ഈ കൂറ്റൻ പാറക്കല്ലുകൾ ഉരുണ്ട് വന്നത് ഒരു മലയുടെ എതിർവശത്ത് നിന്ന് പൂർണ്ണമായും ഉരുൾപൊട്ടി ഇപ്പുറത്തേക്ക് വന്ന് ഒരു നാടിനെ ആകെ തുടച്ചു നീക്കിപ്പോയ ആ പുഞ്ചിരിമട്ടത്തേക്ക് ഷബീർ പോകും. അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതികൾ, അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഷബീർ അവിടെ നിന്ന് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നേരത്തെ ഷബീർ പറഞ്ഞു വന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുകളുടെ ആശങ്ക, 55 കുടുംബങ്ങളാണ് പൂർണ്ണമായും ഒലിച്ചുപോയത്. അതായത്